കഠിനമായ ശരീരവേദനയുടെ ലോകമാണ് ഹൈപ്പർ മൊബിലിറ്റി. ഹൈപ്പർ മൊബിലിറ്റി നൽകുന്ന വേദനയോട് പോരടിച്ച് ജീവിതം കരുപിടിപ്പിക്കുന്ന കരകൗശല കലാകാരനാണ് അരുൺ KP. ചിത്രം വരച്ചും ശില്പങ്ങളും മിനിയേച്ചറും ഒക്കെ ഉണ്ടാക്കിയും ഗ്രാഫിക് ഡിസൈനിങ്ങിലൂടെയും ഉപജീവന സാധ്യത തേടുന്ന അരുണിന് പക്ഷേ അസുഖം കാരണം വീട് വിട്ട് സഞ്ചരിക്കാൻ പാടാണ്. നടൻ ടൊവിനോ തോമസിന്റെ കടുത്ത ആരാധകനായ അരുണിന്റെ മുറി നിറയെ ടൊവിനോയുടെ ചിത്രങ്ങളും രൂപങ്ങളുമാണ്. കടം വാങ്ങി സ്വന്തമാക്കിയ കമ്പ്യൂട്ടർ കൂടി തകരാറിലായതോടെ അരുൺ ഇപ്പോൾ പൂർണ്ണമായും പ്രതിസന്ധിയിലാണ്. പ്രേക്ഷകർക്ക് ഞാനൊരു അപൂർവ കലാകാരനെ പരിചയപ്പെടുത്താം. വിധിയോട് പോരടിച്ച് ജീവിതത്തെ മനോഹരമായി രൂപപ്പെടുത്തുന്ന ഒരു ശില്പി അരുൺ VK. അരുണിൻ്റെ ഓരോ ശില്പങ്ങളും അരുണിൻ്റെ ഡിസൈനുകളൊക്കെ ഞാൻ കാണുമായിരുന്നു. ആദ്യം ഞാനതൊന്ന് പരിചയപ്പെടുത്താം, അതിനുശേഷം അരുണിനെക്കുറിച്ച് പറയാം. ഇതൊക്കെ അരുൺ ചെയ്തു വെച്ച കാര്യങ്ങളാണ്. ഈ ബസ്സും ഈ ചെറിയ ബസ്സും അതിനൊക്കെ ഏറ്റവും മനോഹരമായി തോന്നിയത് ഈ ടൊവിനോയുടെ ഒരു ക്രാഫ്റ്റാണ്. ടൊവിനോയുടെ കുറേ ചിത്രങ്ങൾ ഇവിടെ കാണാൻ പറ്റും. ടൊവിനോ മാത്രമാണ് അരുണിൻ്റെ റൂമിലും ഒക്കെ ഉള്ളത്. ഈ ഓട്ടോറിക്ഷയും ഈ സൽമാൻ പഴയ രൂപവും ഇതൊക്കെ ഇത് മാത്രമല്ല, ഇത്തരത്തിലുള്ള കുറേ ഗിഫ്റ്റുകൾ, നമുക്ക് സാധാരണ ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ പറ്റുന്ന സാധനങ്ങൾ, കുറേ ഡിസൈനുകൾ, ഇതൊക്കെ അരുൺ ഡിസൈൻ ചെയ്ത ലോഗോസാണ്, അരുൺ വരച്ച ചിത്രങ്ങളാണ് ഇത്. അതിനൊക്കെ ഉപരി ടൊവിനോയുടെ വലിയൊരു ഫാനാണ് അല്ലേ. ടൊവിനോയുടെ കുറേ ചിത്രങ്ങൾ, ടൊവിനോയ്ക്കൊപ്പമുള്ള ചിത്രങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ അരുണിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, പ്രശ്നമായിട്ടല്ല, അരുൺ അതൊരു പ്രശ്നമായിട്ട് കണ്ടിട്ടില്ല അല്ലേ. അരുണിന് എന്താ അസുഖത്തിൻ്റെ പേര്? ഹൈപ്പർ മൊബിലിറ്റി. ഹൈപ്പർ മൊബിലിറ്റി. ഈ ചിരിയിൽ ചിലപ്പോൾ ഈ ചിരി ഒരുപാട് വേദനകൾ അടക്കി പിടിച്ച ചിരിയാണ് കേട്ടോ. കാരണം ശരീരത്തിൻ്റെ പല ഭാഗത്തും വേദനകളായിട്ടും കാഴ്ചയ്ക്കും കേൾവിക്കും അതുപോലെ തന്നെ അരുണിന് നടക്കാനും ഒക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളൊക്കെ ഒന്ന് പറയുമോ? എന്തൊക്കെയാണ് ശരിക്കും ശാരീരികമായി ഉണ്ടാവാറുള്ള പ്രശ്നം? മെയിനായിട്ട് ഈ ബോഡി പെയിനാണ് വരിക. ഈ ജോയിൻറ്റുകൾക്കൊക്കെ പെയിൻ വരുന്നതാണ് പ്രശ്നം. അപ്പോൾ അധികം തുടർച്ചയായിട്ടൊന്നും ചെയ്യാൻ കഴിയില്ല. ഇനിയിപ്പോൾ ഇരുന്ന് തന്നെ ചെയ്യുകയാണെങ്കിൽ കുറച്ച് നേരം തുടർച്ചയായിട്ട് ഇരുന്ന് ചെയ്യാൻ കഴിയില്ല. അങ്ങനത്തെ ഒക്കെ പ്രശ്നമുണ്ട്. ഈ ഹൈപ്പർ മൊബിലിറ്റി അങ്ങനെ റെയറായിട്ട് വരുന്ന ഡിസീസ് ആണല്ലേ? റെയറായിട്ട് എന്ന് വെച്ചാൽ ഇത് എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും ഉണ്ടാവും. പക്ഷേ എൻ്റെ ബോഡി കുറച്ച് എന്താ പറയുക, പ്രതിരോധശേഷി കുറവായതുകൊണ്ട് എനിക്ക് നല്ലോണം അത് ബാധിക്കും. അപ്പോൾ പെയിന് വരും. അതാണ് മെയിനായിട്ടുള്ള പ്രശ്നം. അപ്പോൾ അരുണിൻ്റെ കഴിവുകളെ ശരിക്കും ലോകം അംഗീകരിക്കേണ്ടതുണ്ട്. അതിന് അരുണിന് ഇൻകം ഉണ്ടാവുന്ന ഒരു കാര്യമാണ്. അരുൺ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം കൂടി ഞാൻ കാണിക്കാം. അരുണൊരു കമ്പ്യൂട്ടർ ഉണ്ടായിരുന്നു, ഇവിടെ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. ഈ സിസ്റ്റത്തിലാണ് അരുൺ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഇവിടെ ഡിസൈൻ ചെയ്താണ് അരുണിനൊരു വരുമാനം, വീട്ടിലിരുന്ന് കിട്ടാവുന്ന ഏറ്റവും നല്ല വരുമാനം. അരുൺ നന്നായിട്ട് ഡിസൈൻ ചെയ്യും. ആ ഡിസൈൻ ചെയ്തത് മുഴുവൻ യൂട്യൂബ് നോക്കി പഠിച്ചാണ് അല്ലേ അരുൺ? ഓക്കെ, യൂട്യൂബ് നോക്കി പഠിച്ചതാണ്. പക്ഷേ ഇപ്പോൾ ഈ കമ്പ്യൂട്ടർ കംപ്ലൈൻ്റ് ആയിരിക്കുന്നു. ഈ കമ്പ്യൂട്ടർ ആര് വാങ്ങി തന്നായിരുന്നു? ഇത് കട എടുത്ത് മേടിച്ചാണ്. അത് കടം വീടിയിട്ടൊന്നുമില്ല. കടം വീടിയില്ല. ഇന്ന് കിട്ടുന്ന ഇൻകം ഉണ്ടാവാൻ തുടങ്ങിയിരുന്നു. ഇപ്പോൾ പെർമനൻ്റ് ആയിട്ടൊരു ഇൻകം കിട്ടില്ല. ഇപ്പം മാസം ഒരു ലോഗോ ഡിസൈൻ ചെയ്യും. ഒരു ലോഗോ ഒക്കെയാണ് മാസം കിട്ടുക. അതിന് 350 കിട്ടുള്ളൂ. അപ്പോൾ ഈ നന്നായി ലോഗോ ഡിസൈൻ ചെയ്യുന്നുണ്ട്. നമുക്ക് ഓരോ ലോഗോസൊക്കെ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും വളരെ പ്രൊഫഷണലായിട്ട് ചെയ്യുന്നുണ്ട്. കാരണം ഈ കഴിവ് ലോകം അറിയേണ്ടതുണ്ട്. അരുണിനെ നമ്മൾ കൂടെ നിർത്തേണ്ടതുണ്ട്. അരുൺ വളരെ വലിയൊരു കലാകാരനാണ് എന്ന് നമുക്ക് ഈ കാഴ്ചകളൊക്കെ കണ്ടാൽ മനസ്സിലാവും. അരുണിൻ്റെ കലകളെ ലോകം അംഗീകരിക്കണം, അരുണിനെ ലോകം അംഗീകരിക്കണം. വേറെ അല്ല, സാറിന്ന് കാണണമെന്നുണ്ട്. ടൊവിനോ സാർ ഒന്നും കൂടി ഇത് നേരിട്ട് കണ്ട് കൊടുക്കണം എന്നല്ലേ. ഈ ഒരു ഗിഫ്റ്റ് കൂടി കൊടുക്കണം അല്ലേ? ഓക്കെ, അപ്പോൾ ഇത് ടൊവിനോയ്ക്ക് വേണ്ടി ഒരു മാസം കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഒരു ഗിഫ്റ്റാണ്. ഇതുകൂടി ടൊവിനോയ്ക്ക് ഒന്ന് സമ്മാനിക്കണമെന്ന് അരുണിന് ആഗ്രഹമുണ്ട്. അപ്പോൾ അരുണിനെ സഹായിക്കാൻ ടൊവിനോ എത്തും, അല്ലെങ്കിൽ ആരെങ്കിലും എത്തുമെന്ന് പ്രതീക്ഷയാണ്. ക്യാമറമാൻ ഷബീർ വടക്കേങ്ങരൊപ്പം VS രഞ്ജിത്ത്, റിപ്പോർട്ടർ.